നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ. ഇതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ ആണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് പഠിച്ചതാണ്. നമ്മൾ ഇൻസിഡൻറ്റ് റേ പോകുന്നത് ഇത് ഇങ്ങനെയാണ് അല്ലേ, ഈ ഡയറക്ഷനിലാണ് ഇൻസിഡൻറ്റ് റേ പോകുന്നത്. ഈ പ്രിസം ഇവിടെ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ, പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇൻസിഡൻറ്റ് റേ പോകുന്ന ഡയറക്ഷനാണിത്. പ്രിസം വെച്ചപ്പോൾ എങ്ങനെയായി? ഫൈനൽ എമർജൻറ്റ് റേ പോകുന്നത് ഇങ്ങനെയാണ്, താഴേക്ക്. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ഡെൽറ്റ. ഈ ഡെൽറ്റ മിനിമം ആവാനുള്ള കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പഠിച്ച രണ്ട് ഫോർമുലാസ് ഒന്ന് ഞാൻ എഴുതി വെക്കട്ടെ, അത് ആവശ്യം വരും. ഇതിനു മുമ്പ് പഠിച്ച കാര്യമാണ്, ഞാനത് ഒന്നുകൂടി ഒന്ന് എഴുതാൻ പോവാണ്. ഒന്ന് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡെൽറ്റ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തതാണല്ലോ. എന്താണെന്ന് ഓർമ്മയുണ്ടോ? I പ്ലസ് ഇ മൈനസ് എ. അതാദ്യമേ തന്നെ എഴുതി വെക്കട്ടെ അല്ലേ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ് മൈനസ് എ, ആംഗിൾ ഓഫ് ദ പ്രിസം. പിന്നെ വേറൊരു ഫോർമുലയും കൂടി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, R1 പ്ലസ് R2. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരുന്നുണ്ട്. ഈ പ്രിസത്തിനകത്തുള്ള ഈ രണ്ട് ആംഗിളുകളില്ലേ, R1 പ്ലസ് R2, അത് എ ആണ്, ആംഗിൾ ഓഫ് പ്രിസമാണ്. ഈ രണ്ട് ഫോർമുലാസ് നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുക. ഒരു ഡെറിവേഷന് വേണ്ടിയാണ് ആദ്യമേ തന്നെ പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് മിനിമം ഡീവിയേഷൻ്റെ കാര്യം. ഈ ഡെൽറ്റ എപ്പോഴാണ് മിനിമം ആവുന്നത്? ഡെൽറ്റ മിനിമം ആവുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് പ്രൂഫ് കൊടുത്തിട്ടില്ല, ഒരു ഗ്രാഫായിട്ടേ ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഡെൽറ്റ ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആയിരിക്കും വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും സെയിം ആവുമോ. ഈ ഐയും ഇയും സെയിം ആവുന്ന ആ ഇൻസ്റ്റൻറ്റിൽ ഡെൽറ്റ വിൽ ബി മിനിമം. ഇവിടെ നമുക്ക് ഐ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഈ റേ നമുക്ക് പല രീതിയിൽ പ്രിസത്തിൽ മീറ്റ് ചെയ്യിക്കാം. ഈ റേ ശരിയല്ലേ. ഈ ഐ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയും ചേഞ്ച് ആവും. ഐ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇയും ചേഞ്ച് ആവും, അതറിയാലോ. അങ്ങനെ ഐയിലിങ്ങനെ ഞാൻ വേരിയേഷൻസ് വരുത്തുമ്പോൾ ഇയിലും അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ ഐയും ഇയും സെയിം ആവും, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ. ആ സമയത്തായിരിക്കും ഡെൽറ്റ മിനിമം ആവുന്നത്. അപ്പോൾ ഡെൽറ്റ മിനിമം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അത് ഞാനിവിടെ എഴുതാം. ഡെൽറ്റ ഈസ് മിനിമം. ഡെൽറ്റ ഈസ് മിനിമം വെൻ, എപ്പോഴാണെന്ന് വെച്ചാൽ ഐയും ഇയും ഈക്വൽ ആവുന്ന സമയത്ത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും സെയിം ആവുന്ന സമയത്ത് ഡെൽറ്റ മിനിമം ആയിരിക്കും. ഐ ഈക്വൽ ഇ ആയിരിക്കും. ആൻഡ് അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ്, ഈ ഇൻസ്റ്റൻറ്റിൽ വേറൊരു കാര്യം കൂടി സംഭവിക്കും. ഐയും ഇയും സെയിം ആവലാണ് കണ്ടീഷൻ. ഇവിടെ നോക്കി, ഈ പിക്ചർ നോക്കിയേ. ഈ ഐയും ഇയും സെയിം ആവുമ്പോൾ ഒരു സിമ്മട്രിക് പോലെയാണ്, ലെഫ്റ്റിലുള്ള പോലെ തന്നെ റൈറ്റിലും ഉള്ള പോലെയായി അല്ലേ. ഐയും ഇയും സെയിം ആവുമ്പോൾ സ്വാഭാവികമായിട്ടും R1ഉം R2ഉം സെയിം ആയിരിക്കും. അത് ജോമെട്രിക്കലി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് പ്രൂഫ് പറയണില്ല, അത് ബുക്കിലും പറയുന്നില്ല. ഐയും ഇയും സെയിം ആവുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിക്കോളും, പക്ഷെ അതിന് പ്രൂഫ് പറയുന്നില്ല. അപ്പോൾ ഐയും ഇയും ഈക്വൽ ആണ്. ആൻഡ് അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ് R1 വിൽ ബി ഈക്വൽ ടു R2. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിൻ്റെ ഷേപ്പ് അറിഞ്ഞിരിക്കണം. അത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതാണ് ആ ഗ്രാഫ്. ഇതിൽ ആ വാല്യൂസ് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞിരുന്നാൽ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ് ആക്സിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഐ നമുക്ക് ഇഷ്ടമുള്ള പോലെ വേരിയേഷൻസ് വരുത്താം. ഐ പല രീതിയിൽ ഇൻസിഡൻറ്റ് റേ വന്ന് വീഴാമല്ലോ ഇതിൽ. ഈ ഐ മാറുന്നതിനനുസരിച്ച് ഇയും മാറും, ഡെൽറ്റയും മാറും. അപ്പോൾ ഓരോ ഐക്കും നമ്മൾ ഡെൽറ്റ നോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് കരുതാം. ഈ ഐ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഡെൽറ്റയും മാറും. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വരുന്ന ഡെൽറ്റ ഞാൻ പ്ലോട്ട് ചെയ്തു. ഐ എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ആണെങ്കിൽ, ഐ വളരെ ചെറിയ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ
വളരെ ലാർജ് ഡീവിയേഷൻ വരുന്നുണ്ട് ഡെൽറ്റ. അപ്പം നമ്മൾ ഐ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് കാണുന്നില്ലേ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഐ എത്തി. അവിടെ എത്തുമ്പോൾ ഐയും ഇയും സെയിം ആയിരിക്കും കേട്ടോ. ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഐയും ഇയും ഈക്വലാണ്. ഐ ഈക്വൽ ഇ ആവുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റൻറ്റ് വന്നു. ആ സമയത്താണ് ഡീവിയേഷൻ മിനിമം ആവുന്നത്. വൈ ആക്സിസിൽ ആംഗിൾ ഓഫ് ഡീവിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചർ പ്രകാരം 40 ഡിഗ്രി. അത് വാല്യൂ മാറിക്കൊണ്ടിരിക്കും, പ്രിസത്തിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാറുണ്ട്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ഗ്രാഫ് പറയുന്നത് ഡീവിയേഷൻ വേഴ്സസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ മിനിമം ഡീവിയേഷൻ ഒക്കർ വെൻ ഐ ഈക്വൽ ടു ഇ. അപ്പോൾ മിനിമം ഡെൽറ്റ മിനിമം, നമ്മൾ ആ മിനിമം വാല്യൂ ഇതിനെ ഞാൻ ഡെൽറ്റ എം എന്ന് എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ഡി എം എന്ന് എഴുതാം. ഡി എം മിനിമം വാല്യൂ ഓഫ് ഡെൽറ്റ ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എം. ഓക്കെ, അപ്പോഴേ ഞാൻ ഈ ഫോർമുല ഫസ്റ്റും സെക്കൻഡും ഫോർമുല എന്ത് വരും നോക്കാം. ഡെൽറ്റ എന്ത് വരും? ഡെൽറ്റ, അതായത് മിനിമം ഡീവിയേഷൻ ഡി എം അല്ലെങ്കിൽ ഡെൽറ്റ എം എന്ത് വരും? മിനിമം ഡീവിയേഷൻ വരുന്നത് ഐയും ഇയും ഈക്വൽ ആകുമ്പോഴാണല്ലോ. അപ്പോൾ ഇക്ക് പകരം ഞാൻ എനിക്ക് ഐ കൊടുക്കാമല്ലോ. അറ്റ് മിനിമം ഡീവിയേഷൻ ഇയുടെ സ്ഥാനത്ത് ഐ എഴുതാം. ഇയും ഐയും ഈക്വൽ ആണല്ലോ. ഐ പ്ലസ് ഐ മൈനസ് എ, ശരിയല്ലേ? ഐ പ്ലസ് ഐ മൈനസ് എ ഓർ 2i മൈനസ് എ എന്ന് വരും. ഡെൽറ്റ എം ഈക്വൽ ടു 2i മൈനസ് എ. ഞാനൊന്ന് അറേഞ്ച് ചെയ്തോട്ടെ. എൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയാമോ? ഈ ഗ്ലാസിൻ്റെ ഈ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ഈ ഡെൽറ്റ എം നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഐയും ഇയും ഈക്വൽ ആവുന്ന രീതിയിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഡീവിയേഷൻ ആയിരിക്കുമല്ലോ. നമുക്കത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഈ ഡെൽറ്റ എം. അത് ഐയും ഇയും ഈക്വലാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ മിനിമം ആയിരിക്കും. നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഈ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഈ മൈനസ് ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്തോട്ടെ. മൈനസ് ലെഫ്റ്റിലോട്ട് എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ 2i വരും. 2i ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എം എന്ന് വരും അല്ലേ? ശരിയല്ല, 2i ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എം എന്ന് കിട്ടും. അപ്പോൾ ഐ എന്ത് വന്നു? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. കാര്യം മനസ്സിലായല്ലോ? ഈ 2 അങ്ങോട്ട് എടുത്തതാ. അപ്പോൾ ഐ കിട്ടി, എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2. ഇനി R1 കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, മിനിമം ഡീവിയേഷൻ വരുന്ന സമയത്ത് R1ഉം R2ഉം സെയിം ആണല്ലോ. അപ്പോൾ ഇവിടെ R2ൻ്റെ സ്ഥാനത്ത് R1 തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മിനിമം ഡീവിയേഷൻ R2ഉം R1ഉം സെയിം ആണ്. അപ്പോൾ R1 പ്ലസ് R1 എന്ന് വരും. ഇത് R1 പ്ലസ് R1 2R1. 2R1 ഈക്വൽ ടു എ എന്ന് കിട്ടും അല്ലേ? 2R1 ഈക്വൽ ടു എ ഓർ R1 ഈക്വൽ ടു എ ബൈ 2 എന്നും കിട്ടും. ശരിയല്ലേ? എന്തിനാണിത് കണ്ടത്? ഐയും R1 എന്തിനെ കണ്ടു? ഐയും R1 കണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ സ്നെൽസ് ലോ യൂസ് ചെയ്യുക. സ്നെൽസ് ലോ ഓർമ്മയുണ്ടല്ലോ? ഞാൻ ആ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ക്യൂവിൽ വെച്ചിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഞാൻ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ R1 അതല്ലേ ക്യൂവിലുള്ള സ്നെൽസ് ലോ? സൈൻ ഐ ബൈ സൈൻ R1 ഈക്വൽ ടു N2 ബൈ N1. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് പ്രിസം. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മീഡിയം N1. അത് എയർ ആണെന്നുണ്ടെങ്കിൽ N1 1 ആയിട്ട് എടുക്കാം. പക്ഷെ അത് എയർ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വാട്ടർ ആയിരിക്കാം. അപ്പോൾ N2 ബൈ N1 എന്ന് എഴുതാം. N1 എന്ന് പറഞ്ഞാൽ ഔട്ടർ മീഡിയം, N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം. അപ്പോൾ N2 ബൈ N1 കിട്ടും നമുക്ക്. N2 ബൈ N1 വേണമെങ്കിൽ നമുക്ക് N21 എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ. N21 വേണമെങ്കിൽ അങ്ങനെ ഡിനോട്ട് ചെയ്യാം, N2 ബൈ N1.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം വിത്ത് റെസ്പെക്ട് ടു ദ ഔട്ടർ മീഡിയം. ഓക്കെ, n2/n1 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ അല്ലേ, സൈൻ ഐയുടെ വാല്യൂ ഇക്വേഷൻ 1 കിട്ടുന്നുണ്ട്. എ പ്ലസ് ഡെൽറ്റ എം ബൈ 2, എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ R1 എന്ന് പറഞ്ഞാൽ എ ബൈ 2 അല്ലേ, സൈൻ എ ബൈ 2 ഇങ്ങനെ കിട്ടും. ബൈ ഹാർട്ടാക്കി വെക്കാനുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് മിനിമം ഡീവിയേഷൻ ഹൗ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡെറിവേഷൻസ് കാണിക്കുക. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യൽ കേസാണ്, ദിസ് ഈസ് ദ ജനറൽ ഫോർമുല. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആംഗിൾഡ് പ്രിസം ഫോർ സ്മോൾ ആംഗിൾഡ് പ്രിസം, അതായത് എ വളരെ ചെറുതാണ്, എ ഈസ് വെരി സ്മോൾ. മനസ്സിലായല്ലോ, സ്മോൾ ആംഗിൾഡ് പ്രിസം എ ഈസ് വെരി വെരി സ്മോൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആംഗിൾ ചെറിയ ആംഗിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ തന്നെയാണ്. സൈൻ തീറ്റനെ നമുക്ക് എന്ത് എഴുതാം? തീറ്റ എന്നായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ സ്പെഷ്യൽ കേസാണ് ഫോർ സ്മോൾ ആംഗിൾഡ് പ്രിസം. ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഫോർ സ്മോൾ ആംഗിൾഡ് പ്രിസം. A is very small. In this case n21 is equal to n21 mu എന്നും എഴുതാറുണ്ട് ചില ബുക്കുകളിൽ. സൈൻ തീറ്റ ആയിട്ട് തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം ഇഫ് ദ ആംഗിൾ ഈസ് സ്മോളർ. ഈ ആംഗിളെ വളരെ ചെറുതാണ്, വളരെ തിന്നായിട്ടുള്ള പ്രിസമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, വളരെ തിന്നാണ്. അപ്പോൾ സൈൻ തീറ്റ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഫോർമുല നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ എഴുതാം: എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ എ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ, ഓക്കെ അല്ലേ? സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ 2ഉം വെട്ടിപ്പോവും, ശരിയല്ലേ? 2ഉം വെട്ടിപ്പോവും. ഇതൊന്ന് അറേഞ്ച് ചെയ്യണ സ്റ്റെപ്പ് തൽക്കാലം എഴുതണില്ല, ഒന്നുമില്ല. എ ഇങ്ങോട്ട് എടുക്കുക, അറേഞ്ച് ചെയ്യുക, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും, അത് ബൈ ഹാർട്ടാക്കാം. മിനിമം ഡീവിയേഷൻ ഡെൽറ്റ എം ഈക്വൽ ടു, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. n21 മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് ദ പ്രിസം, ഇതും ബൈ ഹാർട്ടാക്കി വെക്കാം. ഈ ഫോർമുല എപ്പോഴും ശരിയാവില്ല. സ്മോൾ ആംഗിൾഡ് പ്രിസം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് വാലിഡ് ആണ്. അപ്പോൾ മിനിമം ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ സ്മോൾ ആംഗിൾഡ് പ്രിസം. ഡെൽറ്റ എം ഈക്വൽ ടു n21 മൈനസ് 1 ഇൻറ്റു എ. ഈ n21 എന്ന് പറഞ്ഞാൽ ഈ n2/n1 ഷോർട്ട് ഫോമിൽ എഴുതിയതാണേ. ഓക്കെ.